ഹായ്, ഗുഡ് ഈവനിങ്. സെബൻറ്റീസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ചില യാത്രകളിൽ ആയി പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സോറി. പോട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സുന്ദരമായ കഥ പറയാം. ആദ്യമേ പറയട്ടെ, ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും എല്ലാം തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഓക്കെ, അപ്പോൾ കഥയുടെ ആശയം പറയാം. മറക്കാൻ കഴിയാത്തതാണ് സൗഹൃദമെങ്കിൽ അത് എന്നും ഒരു വലിയ നന്മ തന്നെയാണ്. ഇനി കഥയിലേക്ക് കിടക്കാം. മലബാറിലെ ഒരു സുന്ദരമായ ഗ്രാമം. സുപ്രഭാതത്തിൽ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴാനെത്തിയിരിക്കുകയാണ് കൂട്ടുകാരായ കൃഷ്ണകുമാറും മനോഹരനും. പ്രസാദവും വാങ്ങി തിരികെ നടക്കുന്ന അവർ നല്ല സന്തോഷത്തിലാണ്. അവരുടെ വർത്തമാനങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തം: അവർ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവരുടെ ജീവിതത്തിലുണ്ട്. ഒരു നല്ല ജോലി തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. നാട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പായി തങ്ങൾ സ്ഥിരമായി എല്ലാ കാര്യങ്ങൾക്കും ഉപദേശവും അനുഗ്രഹവും വാങ്ങിക്കാറുള്ള സ്വാമി സടകുടപടാനന്ദയെ അവർ ഇപ്പോൾ പാദപൂജ നടത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരുടെ ദിവസം വന്നെത്തിയിരിക്കുന്നു. കൃഷ്ണകുമാറും മനോഹരനും ബസ്സിൽ യാത്ര പുറപ്പെടുകയാണ്. കണ്ടക്ടർ ടിക്കറ്റ് തിരക്കിയപ്പോൾ അവരിപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് എറണാകുളത്തേക്കാണ്. ഗണേശൻ മേസ്തിരിയുടെ കൂടെ പണിയെടുത്തുണ്ടാക്കിയ കാശുമായിട്ടാണ് ഇരുവരുടെയും യാത്ര. ആര് കേട്ടാലും കുറ്റം പറയാത്ത നല്ല സ്റ്റാറ്റസുള്ള ഒരു നല്ല ജോലി വേണമെന്നുള്ള ആഗ്രഹമാണ് ഈ യാത്രയ്ക്ക് പിന്നിലെ ചേതോവികാരവും. യാത്രയുടെ ഹാപ്പി മൂഡിൽ അവർ ഫോണിലൂടെ ഏതൊക്കെയോ സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്. തമാശകൾ, ചിരികൾ. ബസ് ഇപ്പോൾ പൂർണ്ണമായും സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞു. വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ കൃഷ്ണകുമാറിൻ്റെ വീടിൻ്റെ മുൻവശം കൃഷ്ണൻ്റെ അമ്മയും മനോഹരൻ്റെ അമ്മയും പൂമുഖപ്പടിയിലിരുന്ന് വർത്തമാനങ്ങൾ പറയുകയാണ്. മക്കൾ ജോലിക്ക് പോയിട്ട് ഇന്നത്തേക്ക് 6 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഇപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. പക്ഷേ പരസ്പരം മിണ്ടാട്ടമില്ല. വീട്ടിൽ ഒരുമിച്ച് കൂടുന്ന പതിവുകളും തെറ്റിച്ചിരിക്കുന്നു. മനോഹരൻ്റെ കാര്യം തിരക്കുമ്പോൾ തന്നെ കൃഷ്ണകുമാറിന് കലിയാണ്. അമ്മമാർ മക്കളെ വീണ്ടും ഒരുമിപ്പിക്കാൻ നോക്കുന്നെങ്കിലും കൃഷ്ണകുമാർ മനോഹരനെ പറ്റി വളരെ മോശം കമൻറ്റുകൾ കൊടുക്കുകയാണ്. അതെല്ലാം മനോഹരൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം കൃഷ്ണകുമാർ അവിചാരിതമായി ബേക്കൽ കോട്ടയിലെത്തി. അങ്ങ് ദൂരെ സമുദ്രത്തിൻ്റെ അപാരതയിലേക്ക് വെറുതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മനസ്സ് വളരെ അസ്വസ്ഥമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ഇരു കൈകളും പോക്കറ്റിലിട്ട് ചെറുതായൊന്ന് ഉലാത്താൻ ശ്രമിക്കുന്നുണ്ട്. കടലിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റ് അവൻ്റെ മേലേക്ക് ചെറുതായി ഇങ്ങനെ വീശുന്നുണ്ട്. പതുക്കെ പതുക്കെ തൻ്റെ മനസ്സിൽ നിന്നും വീറും വാശിയും പിണക്കവുമെല്ലാം ദുർബലമാകുന്നതായി അവന് ഫീൽ ചെയ്തു തുടങ്ങുന്നു. മനസ്സിലൂടെ പിണങ്ങി മടുത്തവൻ്റെ ചിന്തകളാണിപ്പോൾ കടന്നു പോകുന്നത്. ആദ്യം വല്ലാതെ മടിച്ചുവെങ്കിലും
ഒടുക്കം വല്ലാത്തൊരു ചമ്മലോടെ കൃഷ്ണകുമാർ മനോഹരനെ ഫോണിൽ വിളിക്കുകയാണിപ്പോൾ. ഒന്ന് കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കൃഷ്ണകുമാറിൻ്റെ ഒരു ഫോൺ കോളിന് വേണ്ടി വളരെ വ്യസനത്തോടെ ഒരുപാട് നാളായി കാത്തിരിക്കുകയായിരുന്ന മനോഹരൻ ഫോണിലൂടെ പോലും തൻ്റെ പ്രിയ സുഹൃത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. മാത്രമല്ല, മനോഹരൻ തിയേറ്ററിൽ റിലീസായിരിക്കുന്ന നമുക്ക് മറക്കാം ചില വാക്കുകൾ എന്ന ഒരു പുതിയ സിനിമയെ പറ്റിയും സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാലം തന്നെ, പ്രകൃതി തന്നെ നമ്മുടെ പഴയ കൂട്ടുകാരായ കൃഷ്ണകുമാറിനെയും മനോഹരനെയും സൗഹൃദത്തിൻ്റെ ലോകത്ത് ഒരുമിപ്പിക്കുകയാണ്. അവരിപ്പോൾ തൊട്ടടുത്തുള്ള മൂവി തിയേറ്ററിൽ മനോഹരൻ പറഞ്ഞ ആ ഫിലിം നമുക്ക് മറക്കാം ചില വാക്കുകൾ അത് കാണുവാനും ഒരുമിച്ചിരിക്കുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനുമായി എത്തിയിരിക്കുകയാണ്. ഈ കഥയിൽ ഞാൻ പറയാതെ വെച്ച ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ കൃഷ്ണകുമാറും മനോഹരനും പരസ്പരം പിണങ്ങിയത്, എന്താണ് അതിൻ്റെ കാരണം? മറ്റൊന്നുമല്ല, കൃഷ്ണകുമാർ ജോലി സ്ഥലത്ത് വെച്ച് ഒരു രാധികയുമായി പ്രണയത്തിലകപ്പെട്ടിരുന്നു. അങ്ങനെ അവളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു സങ്കീർണ നിമിഷത്തിൽ ഈ മനോഹരൻ കൂട്ടുകാരനെ പണം നൽകി സഹായിച്ചില്ല, കൈ അയച്ച് സഹായിച്ചില്ല. അങ്ങനെ ആ സങ്കീർണ നിമിഷത്തിൽ നമ്മുടെ കഥാനായകനായ കൃഷ്ണകുമാർ രാധികയുമായിട്ടുള്ള ആ പ്രണയത്തിൽ തോറ്റുപോയിരിക്കുകയാണ്. അങ്ങനെ രാധികയെ അവന് നഷ്ടപ്പെട്ടു പോയി അന്ന്. അപ്പോൾ ആ ഒരു ഒറ്റ കാരണത്താൽ കൃഷ്ണകുമാർ മനോഹരനുമായി പിണങ്ങുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും കാലം തന്നെ, പ്രകൃതി തന്നെ സൗഹൃദത്തിൻ്റെ ലോകത്ത് അവരെ വീണ്ടും ഒന്നിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിൽ ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ തെളിയുന്നത് നമുക്ക് മറക്കാം ചില വാക്കുകൾ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണും വരെ ബൈ.